Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 301 സ്ട്രക്ചറൽ അനാലിസിസ് 1-ലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെമ്പർ ഫോഴ്സസ് ഓഫ് ദ ട്രസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഓരോ മെമ്പറിലുമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. AD, AC, DC, DE, CE, EB, CB, അങ്ങനെ ഓരോ മെമ്പറിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. നമുക്ക് തന്നേക്കുന്നത് D എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഒരു 12 കിലോ ന്യൂട്ടൺ ലോഡും E എന്ന് പറയുന്ന ജോയിൻറ്റിൽ 15 കിലോ ന്യൂട്ടൺ ലോഡും വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി A എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഒരു ഹിഞ്ച്ഡ് എൻഡാണ്, അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ RA ഉണ്ടാവും. B എന്ന് പറയുന്നതും ഒരു ഹിഞ്ച്ഡ് എൻഡാണ്, അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ RBയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിവിടെ ഈ സപ്പോർട്ട് റിയാക്ഷൻ നമുക്ക് എടുത്ത് തരണമെന്നൊന്നുമില്ല, നമുക്ക് ഫിഗറിൽ ഇത്രേ തരുള്ളൂ. ഈ RA എന്ന് പറഞ്ഞ ആരോ മാർക്കൊന്നും തരില്ല, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയിലുള്ള സപ്പോർട്ട് റിയാക്ഷൻ RAയും ബിയിലുള്ള സപ്പോർട്ട് റിയാക്ഷൻ RBയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്താൽ മതി. സിഗ്മ FY = 0, സിഗ്മ M = 0. അപ്പോൾ നമുക്ക് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്. സിഗ്മ FX, സിഗ്മ FY = 0, അതുകൂടാതെ സിഗ്മ M = 0. ഇതിനകത്ത് സിഗ്മ FX = 0 എന്നുള്ളത് നമുക്ക് ഇവിടെ വരുന്നില്ല, കാരണം ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എക്സ്റ്റേണൽ ലോഡായിട്ട് തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിരിക്കുന്നത് 2 വെർട്ടിക്കൽ ലോഡാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലോഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എടുക്കുന്നില്ല, പകരം സിഗ്മ FY = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കും. പിന്നെ സിഗ്മ M = 0. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്റ്റ് മൊമെൻ്റ് എടുത്താലേ പറ്റൂ. അപ്പോൾ നമ്മളിവിടെ A എന്ന് പറയുന്ന പോയിന്റോ അല്ലെങ്കിൽ B എന്ന് പറയുന്ന പോയിന്റോ വിത്ത് റെസ്പെക്റ്റോ ആണ് മൊമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ RA കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ B എന്ന് പറയുന്ന പോയിന്റിന് വിത്ത് റെസ്പെക്റ്റ് മൊമെൻ്റ് എടുക്കുക. RB ആദ്യം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ RA മൊമെൻ്റ് അറ്റ് A = 0 എടുക്കുക. അപ്പോൾ അത് നമ്മുടെ ലോജിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ എടുക്കുന്നത് സിഗ്മ FX = 0 എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ വേണ്ടി എടുത്തേക്കുന്നത്. അത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ RAയും RBയും ആണ് അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ RA + RB മൈനസ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് -12, അപ്പോൾ -12. അടുത്ത ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് 15 ആണ്, അപ്പോൾ -15 = 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം? RA + RB ലെഫ്റ്റ് സൈഡിൽ ഇടാം. 12 + 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 എന്ന് കിട്ടും. -27 ആണ്, അത് ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ 27 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ RA + RB = 27 എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മൊമെൻ്റ് അറ്റ് A = 0 എടുക്കാം. മൊമെൻ്റ് അറ്റ് A = 0. അപ്പോൾ മൊമെൻ്റ് അറ്റ് A = 0 എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും? ഇതാ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. 15 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 12 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് Aയിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിലാണ്. അടുത്തത് 15 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് Aയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് RB ആക്ട് ചെയ്യുന്നത് Aയിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിലാണ്. ഈ RB എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് വിത്ത് റെസ്പെക്ട് ടു A എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സുകൾ ഏതൊക്കെയാണ്? 12 കിലോ ന്യൂട്ടൺ ഉണ്ട്, 15 കിലോ ന്യൂട്ടൺ ഉണ്ട്, RB എന്ന് പറയുന്ന റിയാക്ഷനുണ്ട്. RA എന്ന് പറയുന്ന ഫോഴ്സ് Aയിൽ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം മൊമെൻ്റ് = ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ബട്ട് RA എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് = 0 എന്ന് വരും. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇതെല്ലാം ഐസോസെലസ് ട്രയാങ്കിളാണ്. ഇതിൻ്റെ സൈഡ് 3 മീറ്റർ ആണ്. ഇതിൻ്റെ ആംഗിൾ 60 തന്നേക്കുന്ന സ്ഥിതിക്ക് ഇതും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു സൈഡും 3 മീറ്റർ തന്നെ ആയിരിക്കും. ഇത് 3 മീറ്റർ ആണ്, ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 3 മീറ്റർ ആയിരിക്കും, ഇതും 3 മീറ്റർ ആയിരിക്കും. ഓക്കെ,
ഇനി നമ്മുടെ ഈ ഒരു 12 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ 3/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് 15 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്രയാണ് 3 + 3/2 ഡിസ്റ്റൻസിലാണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോൾ 3 മീറ്റർ ആയി. അടുത്തത് ഈ ഒരു 3യുടെ പകുതി, അതാണ് 3 + 3/2. അടുത്തത് ആർ ബി എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എയിൽ നിന്ന് 6 മീറ്റർ ഡിസ്റ്റൻസിലാണ്. എങ്ങനെയാണ് 6 കിട്ടിയത്? അതായത് 3, ഇത് 3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. അപ്പോൾ സിഗ്മ എം എ = 0. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 12 കിലോ ന്യൂട്ടൺ ലോഡാണ്. ഇപ്പോൾ 12 കിലോ ന്യൂട്ടൺ ലോഡെന്ന് പറഞ്ഞാൽ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, അത് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എടുക്കുന്നത് എനെ വിത്ത് റെസ്പെക്റ്റ് ആണ് മൊമെൻറ്റ് എടുക്കുന്നത്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമുക്ക് നെഗറ്റീവ് എന്ന് എഴുതാം. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 12 കിലോ ന്യൂട്ടൺ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? 12 കിലോ ന്യൂട്ടൺ നോക്കിക്കേ, ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കിയാൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ്. അപ്പോൾ 12 × 3/2 എന്ന് പറഞ്ഞാൽ 1.5 പ്ലസ് അടുത്തത് 15. ഇതാണ് 15. ഇവിടെ ആയിരിക്കും അതിൻ്റെ പോയിന്റ് വരുന്നത്. എ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3 പ്ലസ് ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5, 3/2. അപ്പോൾ 4.5 ആയിരിക്കും ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇതും എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? വിത്ത് റെസ്പെക്ട് എ എന്ന് പറയുന്ന പോയിന്റ് നോക്കിയാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് പ്ലസ് 15 × 4.5. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ബി ആണ്. വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ ആർ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് ആർ ബി ഇൻറ്റു എയും ആർ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 + 3, 6 ആണ്. അപ്പോൾ മൈനസ് ഓഫ് ആർ ബി ഇൻറ്റു 6 ആണ് ലാസ്റ്റ് ഫോഴ്സിൻ്റെ മൊമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മൈനസ് ഓഫ് ആർ ബി ഇൻറ്റു 6 = 0. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഒരു ഇക്വേഷൻ, ഒരു അൺനോൺ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ 6 RBനെ =ൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 6 RB = ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 85.5 എന്ന് കിട്ടും. അവിടെ നിന്ന് RB = 85.5 / 6 ചെയ്യുമ്പോൾ 14.25 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ നമ്പർ 1 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആർ ബിയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ആർ ബി ഇൻ ഇക്വേഷൻ നമ്പർ 1 വി ഗെറ്റ് RA പ്ലസ് ആർ ബി = 27 ആണ്. RA = 27 മൈനസ് ആർ ബി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 27 മൈനസ് ആർ ബിയുടെ വാല്യൂ എത്രയാണ്? 14.25 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? RA = 12.75 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് റിയാക്ഷൻ RAയും RBയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഓരോ ജോയിൻസ് ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, കൺസിഡർ ജോയിൻറ്റ് എ ആൻഡ് ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. എന്തുകൊണ്ടാണ് ജോയിൻറ്റ് എ എടുത്തതെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻ്റാണ് ഞാൻ ആദ്യം എടുത്തതെങ്കിൽ ഇതാ ഡി എന്ന് പറയുന്ന ജോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നൊരു ഫോഴ്സ് ഉണ്ട്, FDE. അതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയത്തില്ല, ഞാൻ ചുമ്മാ എടുത്താണ്. അതേപോലെ ഇത് ഇങ്ങോട്ട് പോകുന്നത് FDC ആണ്, ഇങ്ങോട്ട് പോകുന്നത് FDA ആണ്. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ 3 അൺനോൺ ഫോഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞായിരുന്നു, തിയറി പറഞ്ഞപ്പോഴേ പറഞ്ഞു 2 അൺനോൺ ഫോഴ്സ് ഉള്ള ഒരു ജോയിൻറ്റേ നമുക്ക് എടുക്കാവും, അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താലും ഇ എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താലും സി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താലും അതിൻ്റെ അകത്ത് 3 അൺനോൺ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 അൺനോൺ ഫോഴ്സിൻ്റെ മെമ്പേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സി എന്ന് പറയുന്ന ജോയിൻ്റ് എടുത്താൽ 1, 2, 3, 4 4 അൺനോൺ ഫോഴ്സ് ഉണ്ട്, അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ജോയിൻ്റ് എ വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ജോയിൻ്റ് ബി വെച്ചിട്ട് തുടങ്ങണം. ഇതിലേത് ജോയിൻ്റ് വേണമെങ്കിലും നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ജോയിൻ്റ് എ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജോയിൻ്റ് എ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയിൽ നിന്നുള്ള 2 മെമ്പറും എയിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഫോഴ്സുമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഇതാണ് ജോയിൻ്റ് എയിൽ നിന്ന് പോകുന്ന ഫോഴ്സ്, എയിൽ നിന്ന് പോകുന്ന 2 മെമ്പേഴ്സാണുള്ളത്.
എയിലേക്ക് ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ അറ്റ് എ ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 12.75 ആണ്. ഇനി ഇതാ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് ടെൻഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജോയിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ടെൻഷൻ അല്ലേ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു മെമ്പറിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുന്നത് ടെൻഷൻ ആണെന്നുള്ളതാണ് അസംഷൻ. അപ്പോൾ ജോയിൻറ്റിൽ നിന്ന് എ എന്ന് പറയുന്നതാണ് ജോയിൻറ്റ്, അപ്പോൾ ജോയിൻറ്റിൽ നിന്ന് ഔട്ട്വേർഡ് പുറത്തേക്ക് പോകുന്ന ഫോഴ്സാണ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എ ഡി എന്ന് എഴുതാം. എന്താണ് എഫ് എ ഡി? എയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നത് കൊണ്ട് എഫ് എ ഡി. അടുത്തത് എഫ് എ സി. എഫ് എ സി, എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ഫോഴ്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എഫ് എ സി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എഫ് എ ഡി, ഇത് എഫ് എ സി. ഇനി നമുക്കിതൊരു ഇൻക്ലൈൻഡ് മെമ്പറാണ്. ഇതിൻ്റെ അകത്തത്തെ ആംഗിൾ 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇൻക്ലൈൻഡ് മെമ്പറിനെ നമ്മൾക്ക് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഇൻക്ലൈൻഡ് മെമ്പറിനെ റിസോൾവ് ചെയ്യുന്നത് നമുക്ക് 2 കമ്പോണൻസ് ആക്കി എഴുതണം. ഒരു എക്സ് കമ്പോണൻറ്റും വരും, ഒരു വൈ കമ്പോണൻറ്റും വരും. അപ്പോൾ തീറ്റ എവിടെയാണോ ഉള്ളത്, തീറ്റ ഏത് ആക്സിസിൻ ആണോ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ആ ആക്സിസിലാണ് കോസ് തീറ്റ വരുന്നത്, മറ്റേ ആക്സിസിൽ സൈൻ തീറ്റ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റിസോൾവ് ചെയ്യാനുള്ളത് എഫ് എ ഡി എന്ന് പറയുന്ന ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എഫ് എ ഡി കോസ് തീറ്റ, വൈ കമ്പോണൻറ്റ് എഫ് എ ഡി സൈൻ തീറ്റ. ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ 12.75 ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഭയങ്കര എളുപ്പമാണ്, നമുക്ക് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയുണ്ട്? ഇത് ഒരെണ്ണം ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സാണ്, ഇത് അടുത്ത വെർട്ടിക്കൽ ഫോഴ്സാണ്. ഇത് രണ്ടുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സുകൾ ഈ എ എന്ന് പറയുന്ന ജോയിൻറ്റിൽ. അപ്പോൾ നമുക്കിവിടെ ഒരു അസംഷൻ എടുക്കാം. അപ്വേർഡ് ഫോഴ്സിനെ പോസിറ്റീവ് എന്നും ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവ് എന്നും കൊടുക്കാം. അപ്പോൾ രണ്ടും അപ്വേർഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എഴുതാം, പ്ലസ് 12.75. ഇതും അപ്വേർഡാണ്, പ്ലസ് എഫ് എ ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 അല്ലേ. സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് കിട്ടും? എഫ് എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എ ഡി മാത്രം ലെഫ്റ്റ് സൈഡിൽ ഇടുക. ഈ 12.75 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 12.75 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഇത് സോൾവ് ചെയ്യുമ്പോൾ എഫ് എ ഡി ഫോഴ്സ് ഇൻ എ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 14.72 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഇത് കംപ്രഷൻ ആണെന്നാണ് അർത്ഥം. ഏതെങ്കിലും വാല്യൂ നമ്മൾ നെഗറ്റീവ് എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കംപ്രഷൻ ആണ്, ടെൻഷൻ അല്ല. ഇനി അടുത്തത് വീണ്ടും സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സ് ഉണ്ട്. ഒന്ന് എഫ് എ സി, 2 ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് എ ഡി കോസ് തീറ്റ. ഇത് രണ്ടുമാണ് എക്സ് ഡയറക്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു അസംഷൻ എടുക്കാം, റൈറ്റിലേക്ക് പോകുന്നത് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് പോകുന്നത് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഫോഴ്സും റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ ആദ്യം ഇത് എഴുതാം, എഫ് എ സി പ്ലസ് അടുത്തത് എഫ് എ ഡി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും. അടുത്തത് നമ്മൾ എഫ് എ ഡി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ വാല്യൂ. അപ്പോൾ അടുത്ത് നമുക്ക് എഫ് എ സി കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് എ സി എന്ന് പറയുന്ന വാല്യൂ മാത്രം ലെഫ്റ്റിലിടുക, ബാക്കി ഈ ഒരു ടെർമിനെ റൈറ്റിലേക്ക് ഇടുമ്പോൾ അത് നെഗറ്റീവ് ആവും. മൈനസ് ഓഫ് എഫ് എ ഡി കോസ് തീറ്റ. ഇതെന്ത് ചെയ്യുക? എഫ് എ ഡിയുടെ വാല്യൂ നമുക്കറിയാം, മൈനസ് 14.72 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി ഇതിൻ്റെ ഫ്രണ്ടിൽ മൈനസ് ഉണ്ട്. എഫ് എ ഡിക്ക് അതിൻ്റെ വാല്യൂ മൈനസ് 14.72 ആണ്. അപ്പോൾ ഈ 2 മൈനസും ചേർന്നിട്ട് പ്ലസ് ആവും. ഇനി 14.72 ഇൻറ്റു കോസ് 60 ചെയ്യുമ്പോൾ 7.36 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോയിൻ്റ് എടുത്തപ്പോൾ, ജോയിൻ്റ് എ എടുത്തപ്പോൾ നമുക്ക് 2 കമ്പോണൻസ് കിട്ടി. ഏതൊക്കെ കിട്ടി? എഫ് എ ഡി എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടി, മൈനസ് 14.72ഉം എഫ് എ സി എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടി, പ്ലസ് 7.36. പ്ലസ് ആയതുകൊണ്ട് ഇത് ടെൻഷനാണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ജോയിൻറ്റിലേക്ക് പോവാം, ജോയിൻറ്റ് ഡി. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഗറിൽ ഇതാണ് ജോയിൻറ്റ് ഡി. ഇപ്പോൾ ഈ ജോയിൻറ്റ് ഡിയിൽ നമ്മൾ എഫ് എ ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നോൺ ഫോഴ്സാണ്. അൺനോൺ ആയിട്ട് എഫ് ഡി ഇയും എഫ് ഡി സിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ജോയിൻറ്റ് ഡി നമുക്ക് എടുക്കാം, കാരണം 2 അൺനോൺ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ജോയിൻറ്റിൻ്റെ ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കുക.
ഇതാണ് ജോയിൻറ്റ് ഡി. ജോയിൻറ്റ് ഡിയിൽ നിന്ന് റൈറ്റിലേക്ക് എഫ് ഡി ഇ ആക്ട് ചെയ്യുന്നുണ്ട്. ജോയിൻറ്റ് ഡിയുടെ മുകളിൽ വെർട്ടിക്കൽ ഫോഴ്സായിട്ട് 12 kN ക്വസ്റ്റ്യനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ എഫ് ഡി എ, അത് നമ്മൾ 30 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് എഫ് ഡി സി, അതും 30 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ 30 ഡിഗ്രി കിട്ടിയത്? ടോട്ടൽ ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് എല്ലാ ഫോഴ്സും പുറത്തേക്ക് പോകുന്നത്? കാരണം നമ്മളിതിൻ്റെ അസംഷനിലേ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ സ്റ്റെപ്സിലേ പറഞ്ഞായിരുന്നു, ജോയിൻറ്റിൽ നിന്ന് എല്ലാ ഫോഴ്സും പുറത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ജോയിൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫോഴ്സിന് നമ്മൾ ടെൻഷൻ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ടെൻഷൻ എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. കണ്ടുപിടിച്ചിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ടെൻഷൻ തന്നെ, നെഗറ്റീവ് ആണെങ്കിൽ കംപ്രഷൻ, ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഫോഴ്സാണ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് 2 ഫോഴ്സ് ഇൻക്ലൈൻഡ് ഉണ്ട്. ഇതാ എഫ് എ ഡി ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസോൾവ് ചെയ്തേക്കുന്ന ഡയഗ്രമാണിത്. ഇനി അടുത്ത് എഫ് ഡി സി ഇൻക്ലൈൻഡ് ആണ്, അതിനെ റിസോൾവ് ചെയ്തേക്കുന്ന ഫിഗറാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇപ്പോൾ എഫ് എ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ എക്സ് ആക്സിസും ഇതതിൻ്റെ വൈ ആക്സിസും. ഇത് വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ വൈ കമ്പോണൻ്റായിട്ട് വരുന്നത് കോസ് തീറ്റ ആയിരിക്കും, എക്സ് കമ്പോണൻ്റായിട്ട് വരുന്നത് സൈൻ തീറ്റ ആയിരിക്കും. ഇത് ഓർത്തിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി, നമ്മൾ റിസോൾവ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫോഴ്സ് ഏത് ആംഗിളുമായിട്ടാണോ തീറ്റ മേക്ക് ചെയ്യുന്നത്, അതേ ആക്സിസിൽ കോസ് തീറ്റയുടെ കമ്പോണൻറ്റ് വരും, മറ്റേ ആക്സിസിൽ സൈൻ തീറ്റയുടെ കമ്പോണൻറ്റ് വരും. ഇതൊക്കെ നിങ്ങൾ മെക്കാനിക്സിലൊക്കെ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എഫ് ഡി എ എന്ന് പറയുന്നതിനെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് ഡി എ കോസ് തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് ഡി എ സൈൻ തീറ്റ. സിമിലർലി ദ എഫ് ഡി സി എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് ഡി എ സൈൻ തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് ഡി സി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസോൾവ് ഫോഴ്സ് നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നേരത്തെ പോലെ സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ് എടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് നോക്കാം. ഇതാ 12 kN താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒന്നാമത്തെ വെർട്ടിക്കൽ ഫോഴ്സ്. അടുത്തത് ഇതാ എഫ് ഡി എ കോസ് തീറ്റ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് എഫ് ഡി സി കോസ് 30 താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഫോഴ്സാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സൈൻ എടുക്കുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഡൗൺവേർഡ് ഫോഴ്സ് ആയതുകൊണ്ട് പോസിറ്റീവ് എന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സാണ്, 3 ഫോഴ്സും ഡൗൺവേർഡാണ്. അപ്പോൾ 3ൻ്റെയും കമ്പോണൻറ്റ് പോസിറ്റീവായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ പോസിറ്റീവ് 12, അടുത്തത് പ്ലസ് ഇതെഴുതാം, പ്ലസ് എഫ് ഡി സി കോസ് 30 പ്ലസ് ഈ ഒരു ഫോഴ്സ് എഴുതാം, എഫ് ഡി എ കോസ് 30 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് ഡി സി എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. എഫ് ഡി എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ എഫ് ഡി എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് -14.72 ആണ്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഡി സി കോസ് തീറ്റ എന്ന് പറയുന്ന ടേം മാത്രം ലെഫ്റ്റിലിടുക. ഈ 12നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ -12 എന്ന് വരും. അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ എഫ് ഡി സി മാത്രം ലെഫ്റ്റിലിട്ടിട്ട് ഈ ഒരു കമ്പോണൻ്റ് കൂടി റൈറ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഓൾറെഡി ഇവിടെ -12 ഉണ്ട്. അടുത്തത് ഈ പോസിറ്റീവ് വാല്യൂ ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസായി. ഇനി ബ്രാക്കറ്റിൽ എഫ് ഡി എ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എഫ് ഡി എയുടെ വാല്യൂ വീണ്ടും -14.72 ആണ് ഇൻറ്റു കോസ് 30. ബ്രാക്കറ്റിൻ്റെ അകത്ത് -14.72 ഇൻറ്റു കോസ് 30. ഇനി ഇതാ ഈ മൈനസും കൂടി ചേർന്ന് അത് പ്ലസ് ആവും. അങ്ങനെ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് ഡി സി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0.7478 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എഫ് ഡി സി ആണ്. അപ്പോൾ എഫ് ഡി സി ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ കോസ് 30. സോൾവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് 8.86 kN എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, അതിൻ്റെ അർത്ഥം ടെൻസൈൽ ഫോഴ്സ് ആണെന്നാണ് അർത്ഥം. അടുത്തത് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0. ഏതൊക്കെയാണ് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോഴ്സുകൾ? ഇതാ ഇവിടെ ഒരു എഫ് ഡി ഇ റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എഫ് ഡി സി സൈൻ തീറ്റ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എഫ് ഡി എ സൈൻ 30
സോറി ഇത് രണ്ടും റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോഴ്സ് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് എന്ന് എടുക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് FDA പ്ലസ് അടുത്തത് ഇത് പോസിറ്റീവ് FDC സൈൻ തീറ്റ, അടുത്തത് ഇത് നെഗറ്റീവ് മൈനസ് ഓഫ് FDA സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് അൺനോൺ ഫോഴ്സ് ഉള്ളത്? നമുക്ക് ഇതിൻ്റെ അകത്ത് അൺനോൺ ഫോഴ്സ് ഉള്ളത് FDA ആണ്. അപ്പോൾ FDA മാത്രം ലെഫ്റ്റിലിടുക, അത് രണ്ട് റൈറ്റിലേക്ക് പോവുക. അപ്പോൾ ഈ പോസിറ്റീവ് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവായി, ഇത് നെഗറ്റീവ് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ പോസിറ്റീവായി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് FDAയുടെ വാല്യൂ മൈനസ് ഓഫ് 14.72ഉം FDCയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു 0.86 ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് FDE ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 7.79 kN എന്ന് കിട്ടും. മൈനസ് വന്നതിൻ്റെ അർത്ഥം ഇത് കംപ്രഷൻ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത ജോയിൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ ജോയിൻ്റ് ആണ്. മൂന്നാമത്തെ ജോയിൻ്റായിട്ട് നമുക്ക് C ജോയിൻ്റ് എടുക്കാം. അപ്പോൾ C ജോയിൻ്റ് എടുക്കുമ്പോൾ ഇതാ FCA ഉണ്ട്, FCB ഉണ്ട്, FCE ഉണ്ട്, FCD ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 ഫോഴ്സുകളാണ് നമുക്കിവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വാല്യൂ നമുക്കറിയാം. ഈ 2 ഫോഴ്സുകളാണ് നമുക്ക് ഇതിൽ നിന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കൺസിഡർ ജോയിൻറ്റ് C ആൻഡ് ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഇതാണ് C. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ റൈറ്റിലേക്ക് FCB, ലെഫ്റ്റിലേക്ക് FCA, ഇൻക്ലൈൻഡ് ആയിട്ട് റൈറ്റിലേക്ക് FCE, ഇൻക്ലൈൻഡ് ആയിട്ട് ലെഫ്റ്റിലേക്ക് FCD. ഇത് തമ്മിലുള്ള ഇൻക്ലിനേഷൻ ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. ഓക്കെ, അത് ഫിഗർ നോക്കി കറക്റ്റായിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് 2 ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട് അല്ലേ? ഇതാ ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട്, ഇതും ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ട്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങോട്ടാണ്? ഇത് Y ആക്സിസുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത് 30 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ Y കമ്പോണൻറ്റ് FCE കോസ് തീറ്റ ആയിരിക്കും. ഇവിടെയും അതിൻ്റെ Y കമ്പോണൻറ്റ് FCD കോസ് തീറ്റ ആയിരിക്കും. എക്സ് കമ്പോണൻറ്റ് FCE സൈൻ തീറ്റ, ഇവിടെയും എക്സ് കമ്പോണൻറ്റ് FCD സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റിസോൾവ് ചെയ്ത് 2 സെപ്പറേറ്റ് ഡയഗ്രാംസ് ആയിട്ട് വരച്ചു. ഇനി നേരത്തെ പോലെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ്? ഇതാ ഇതൊന്ന്, ഇത് 2 വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം, മുകളിലേക്ക് പോകുന്ന ഫോഴ്സിനെ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇക്വേഷൻ തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് FCD കോസ് തീറ്റ പ്ലസ് FCE കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇനി എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ളത്? FCE ആണ് കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ FCE കോസ് തീറ്റ എന്നുള്ളത് മാത്രം ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഇട്ടു, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? FCE കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് FCD കോസ് 30. FCD എന്ന് പറഞ്ഞാൽ 0.86 ആണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? FCD ഇതാ FDC നമുക്ക് 0.86 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ആണ് നമ്മളിവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഒരു അൺനോണേ ഉള്ളൂ. അവിടെ നിന്ന് FCE സോൾവ് ചെയ്യുക, മൈനസ് ഓഫ് 0.86 kN എന്ന് കിട്ടും. മൈനസ് കിട്ടിയതിൻ്റെ അർത്ഥം ഇത് കംപ്രഷൻ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് സിഗ്മ FX ഇസ് ഈക്വൽ ടു 0. സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ റൈറ്റിലേക്ക് ഇതുണ്ട് FCB, അടുത്ത റൈറ്റിലേക്ക് FCE സൈൻ തീറ്റ ഉണ്ട്. ഇപ്പോൾ 2 ഫോഴ്സ് റൈറ്റിലേക്കുണ്ട്. അടുത്തത് FCA ലെഫ്റ്റിലേക്കുണ്ട്. അതേപോലെ FCD സൈൻ തീറ്റ ലെഫ്റ്റിലേക്കുണ്ട്. അപ്പോൾ 2 റൈറ്റ് ഫോഴ്സും ഉണ്ട്, 2 ലെഫ്റ്റ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തേത്. അപ്പോൾ FCB, അടുത്തത് വീണ്ടും റൈറ്റിലേക്ക് പ്ലസ് FCE സൈൻ തീറ്റ, അടുത്തത് നമുക്ക് ലെഫ്റ്റിലേക്കുള്ള എടുക്കാം മൈനസ് ഓഫ് FCA, അടുത്തത് മൈനസ് ഓഫ് FCD സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഫോഴ്സാണ്. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച ഫോഴ്സുകളാണ്. അപ്പോൾ FCB മാത്രം ലെഫ്റ്റിലിടുക, ബാക്കി എന്ത് ചെയ്യാം? ബാക്കിയെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോവുക, കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 8.22 kN എന്ന് കിട്ടും. പോസിറ്റീവ് കിട്ടി, അതിൻ്റെ അർത്ഥം ടെൻസൈൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ജോയിൻറ്റ് E എടുക്കുക. E എന്ന് പറയുന്ന ജോയിൻറ്റ്. അപ്പോൾ E എന്ന് പറയുന്ന ജോയിൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ FED ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ FEC ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ FEB ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
കൺസിഡർ ജോയിൻറ്റ് ഇ ആൻഡ് ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതാണ് ഇയിലേക്ക് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് 15 കിലോ ന്യൂട്ടൺ, ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നത് FDE, ഇൻക്ലൈൻഡ് ആയിട്ട് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നത് FEC, ഇൻക്ലൈൻഡ് ആയിട്ട് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നത് FEB. ഇത്രയും ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ഇവിടെ, 30 ഡിഗ്രി ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനൊന്ന് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ഇതാണ്, FEB ആണ്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ആണ്. അപ്പോൾ അതിൻ്റെ Y കമ്പോണൻ്റ് ആയിരിക്കും കോസ് തീറ്റ, FEB കോസ് തീറ്റ, X കമ്പോണൻറ്റ് FEB സൈൻ തീറ്റ. അതേപോലെ അടുത്ത ഇൻക്ലൈൻഡ് ഫോഴ്സ് FEC ആണ്. ഇതാണ് FEC. X ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30. സോ അതിൻ്റെ Y കമ്പോണൻ്റ് ആയിരിക്കും കോസ് തീറ്റ, FEC കോസ് തീറ്റ. X കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ FEC സൈൻ തീറ്റ. ഇനി നമുക്ക് ഫോഴ്സിനെ റിസോൾവ് ചെയ്യാം. സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം താഴത്തേക്കുണ്ട്, ഇത് താഴത്തേക്കുണ്ട്, ഇത് താഴത്തേക്കുണ്ട്. അങ്ങനെ 3 ഫോഴ്സാണ് താഴത്തേക്ക്. അപ്പോൾ 3ഉം പോസിറ്റീവ്. അപ്പോൾ +15 പ്ലസ് FEB കോസ് തീറ്റ, ഇത് അടുത്തത് പ്ലസ് FEC സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് FEB ആണ് കിട്ടേണ്ടത്. ബാക്കി ഇത് നമുക്കറിയാം, ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ലെഫ്റ്റിലേക്ക് ഇടുക, ഈ ഒരു ടേം മാത്രം ഇവിടെ ഇടുക. മറ്റേത് രണ്ടും റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ 15 എന്നുള്ളത് -15 ആവും. ഇത് മൈനസ് ഓഫ് FEC കോസ് തീറ്റ എന്നാവും. ഇനി അടുത്തത് FECയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു. FECയുടെ വാല്യൂ -0.86 ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾറെഡി പുറത്തൊരു മൈനസ് ഉണ്ട്, വീണ്ടും FECയുടെ വാല്യൂ -0.8 കോസ് തീറ്റയാണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് FEB കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -14.25 എന്ന് കിട്ടും. ഇനി അവിടെ നിന്ന് FEB ഇസ് ഈക്വൽ ടു -14.25 ഡിവൈഡഡ് ബൈ ഈ കോസ് 30 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ -16.46 കിലോ ന്യൂട്ടൺ. മൈനസ് കിട്ടിയതിൻ്റെ അർത്ഥം കംപ്രഷൻ ആണെന്ന് അർത്ഥം. അടുത്തത് സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0. സിഗ്മ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരെണ്ണം, അടുത്ത ലെഫ്റ്റിലേക്ക് ഒരെണ്ണം, റൈറ്റിലേക്ക് ഒരെണ്ണം, ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റിലേക്കുള്ളതിനെ മാത്രം നെഗറ്റീവ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രം നെഗറ്റീവ് വരും. അപ്പോൾ -FEB സൈൻ തീറ്റ, അടുത്തത് പ്ലസ് FDE, അടുത്തത് പ്ലസ് FEC സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും നമുക്ക് റൈറ്റിലേക്കുള്ളത് പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവോ തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ആ ഒരു ജോയിൻറ്റിൽ നിങ്ങൾ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, ഒരേപോലെ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് FEC ആണ്. ഈ ഒരു ടേം മാത്രം നമ്മൾ ലെഫ്റ്റിലിട്ടു. ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് FDE ആയി. ഇത് ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ആണ്, റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് FEB സൈൻ തീറ്റ എന്നായി. ഇനി എന്താണ്, FEBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FEB എന്ന് പറഞ്ഞാൽ എത്രയാണ്, -16.46 ആണ്. അപ്പോൾ -16.46 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് FDEയുടെ വാല്യൂ വീണ്ടും -7.79. അപ്പോൾ മൈനസും മൈനസും ഇവിടെ പ്ലസ് ആവും. അപ്പോൾ അങ്ങനെ FEC സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു -0.44 എന്ന് കിട്ടും. അവിടെ നിന്ന് FEC ഇസ് ഈക്വൽ ടു -0.44 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -0.86 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഇത് കംപ്രഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ സോഫാർ എല്ലാ ജോയിൻസിലെയും ഫോഴ്സുകൾ റിസോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഫർദർ ജോയിൻറ്റ് B കണ്ടുപിടിക്കണമെന്നില്ല, കാരണം എല്ലാ ഫോഴ്സുകളും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് Bയും കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾറെഡി FBCയും FBEയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഓൾറെഡി നമ്മൾ FBCയും FBEയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ആൻസർ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ FBE -16.46ഉം FBC +8.22 ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ FBE നമുക്ക് കിട്ടിയത് -16.46 സെയിം തന്നെയാണ്. ഇനി അടുത്തത് FBC നമുക്ക് കിട്ടിയത് 8.22 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഓൾറെഡി നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഫർദർ അത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി അടുത്തത് ഈ പറഞ്ഞ ടേബിൾ ചെയ്യുക. മെമ്പർ ഫോഴ്സ് ഇൻ കിലോ ന്യൂട്ടൺ,
ടെൻസൈൽ ഓർ കംപ്രസീവ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എ സി ആണ്. എ സിയുടെ വാല്യൂ 7.36 ആണ്. അത് പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ ടെൻസൈൽ ഫോഴ്സ് എന്ന് എഴുതി. അടുത്തത് എ ഡി എന്ന് പറയുന്ന മെമ്പർ 14.72 ആണ് കിട്ടിയത്. നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ കംപ്രസീവ് എന്ന് എഴുതി. അടുത്തത് ഡി സിയെ നമുക്ക് 0.86 എന്നാണ് കിട്ടിയത്. അത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളതിനെ ടെൻസൈൽ എന്ന് എഴുതി. അടുത്തത് ഡി ഇ എന്ന് പറയുന്ന മെമ്പർ അത് 7.79 ആണ് കിട്ടിയത്. നെഗറ്റീവ് ആയതുകൊണ്ട് കംപ്രഷൻ എന്ന് എഴുതി. അടുത്തത് ഇ സി എന്ന് പറയുന്ന മെമ്പർ കിട്ടിയത് 0.86 ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് കംപ്രസീവ് എന്ന് എഴുതി. അടുത്തത് ഇ ബി എന്ന് പറയുന്ന മെമ്പർ 16.46 ആണ് കിട്ടിയത്. നെഗറ്റീവ് ആയതുകൊണ്ട് കംപ്രഷൻ എന്ന് എഴുതി. ലാസ്റ്റ് വൺ ബി സി എന്ന് പറയുന്ന മെമ്പർ അതിൽ ആക്ട് ചെയ്യുന്നത് 8.22 kN ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ടെൻസൈൽ എന്ന് എഴുതി. ഈ രീതിയിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ ഉണ്ടാവണം. ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ കൺസെപ്റ്റ് മാറിപ്പോവുകയോ ചിന്ത മാറിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കും. അപ്പോൾ ഒരു ജോയിൻറ്റിൽ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ജോയിൻറ്റിലും കിട്ടുന്നത് തെറ്റുത്തരമായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പ്രോബ്ലംസ് ചെയ്തു പോകാൻ. അപ്പോൾ ലെക്ചറിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.